അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും. ഇന്നലെ മുതൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു മദ്രസ അധ്യാപകൻ എന്തോ ഒരു കാരണത്താൽ തൻ്റെ വിദ്യാർത്ഥിയെ ശിക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ കൂട്ടമായി വന്ന് ആ ഉസ്താദിനെ ആക്രമിക്കുന്ന വീഡിയോയാണ്. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു വേദനയുണ്ടായി. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, ഉസ്താദുമാരോടും അതേപോലെ രക്ഷിതാക്കളോടും. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും എനിക്ക് പറയാനുള്ളത് ഉസ്താദുമാരോടാണ്. ഉസ്താദുമാരെ, ഇത് പഴയ കാലമൊന്നുമല്ല. നമ്മുടെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിക്കണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ടാകും. ആ ആത്മാർത്ഥത കൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികളെ ചിലപ്പോൾ നമ്മൾ ശകാരിച്ചേക്കാം, ചിലപ്പോൾ ശിക്ഷിച്ചേക്കാം. ഇതൊക്കെ സാധാരണ രീതിയിൽ പണ്ട് കാലം മുതലേ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെല്ലാം ഒരേ തരക്കാരും ഒരേ സ്വഭാവക്കാരുമാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. എല്ലാവർക്കും ഇൽമിനോടും ഉസ്താദുമാരോടുമൊക്കെ വലിയ ആദരവും ബഹുമാനവും ഉള്ളവരാണ് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യരുത്. അധിക രക്ഷിതാക്കൾക്കും ഇപ്പോഴും എൻ്റെ കുട്ടി ഇൽമ പഠിക്കണം, അവൻ പഠിക്കാത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കുസൃതി കാണിച്ചതിൻ്റെ പേരിലോ ഉസ്താദ് ശിക്ഷിച്ചതായിരിക്കാം എന്നൊക്കെ വിചാരിച്ചേക്കാം. പക്ഷെ എല്ലാ രക്ഷിതാക്കൾക്കും അത്തരത്തിൽ ഒരു ചിന്തയുണ്ടാകണമെന്നില്ല. ഉസ്താദുമാരോട് ആദരവുണ്ടാകണം എന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ ചോദ്യം ചെയ്തേക്കാം, ചിലപ്പോൾ ആക്രമിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലി മാത്രം ചെയ്യുക. അതിനപ്പുറം വലിയ ആത്മാർത്ഥതയും അതിനേക്കാൾ വലിയ കടമയൊന്നും നിറവേറ്റാൻ പോകാൻ പറ്റിയ കാലമല്ലിത്. എന്നു മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും അതും നമ്മൾ പാലിക്കണ്ടേ? ഇല്ലെങ്കിൽ കുടുംബം പോറ്റാൻ വേണ്ടി നമ്മൾ ഏതോ മദ്രസയിൽ പോയി ജോലി ചെയ്യുന്നു. എന്താണ് ഈ കുടുംബം പോറ്റാൻ കിട്ടുന്നത്? വല്ല 6000 7000 കൂടിപ്പോയാൽ ഒരു 10,000 രൂപ കിട്ടും. അതിനാണ് നമ്മൾ ഇല്ലാത്ത ആത്മാർത്ഥത കൂടി ഉണ്ടാക്കിയിട്ട് പണിയെടുക്കുന്നത്. അതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എത്ര വലുതാണെന്നറിയോ? ഇപ്പൊ നമ്മുടെ നാട്ടിലെ നിയമം, കുട്ടികളെ അങ്ങനെയൊന്നും ശിക്ഷിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പോലും പാടില്ല, കണ്ണുരുട്ടാൻ പോലും പാടില്ല എന്ന നിയമം. ഉസ്താദുമാർ ഇതൊക്കെ മനസ്സിലാക്കണം. ഈ പറയപ്പെട്ട രക്ഷിതാക്കൾ ഇത്തരത്തിൽ കൈപൊക്കുന്നതും തല്ലുന്നതുമൊക്കെ മദ്രസകളിൽ മാത്രമേ ഉള്ളൂ. കാരണം മദ്രസകളിലെ ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ ചാഞ്ഞു കിടക്കണ മരമാണ്, ആർക്കും ഓടിക്കേറാം. അവർക്ക് പ്രത്യേകിച്ച് യൂണിയൻ ഒന്നുമില്ല. പൊടി പിടിക്കാനോ സമരം ചെയ്യാനോ മദ്രസ പൂട്ടിയിടിക്കാനോ ഒന്നും അങ്ങനെ ചെയ്യോ ഇല്ല. കാരണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു ഖിദ്മത്ത് എന്ന രീതിയിൽ ചെയ്യുന്നവരാ പലരും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കൊന്നും സമരമോ ആ പ്രതിഷേധമോ അതൊന്നും ഉണ്ടാകാറുമില്ല. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. പക്ഷെ ഈ രക്ഷിതാക്കൾ സ്കൂളുകളിലെ അധ്യാപകർ ശിക്ഷിക്കാറുണ്ട്, അടിക്കാറുണ്ട്. അങ്ങോട്ട് ഇതേപോലെ ഓടിപ്പോകാറുണ്ടോ? അവരെ ഇതേപോലെ തല്ലാറുണ്ടോ? വിവരമറിയും. ഉസ്താദുമാരാകുമ്പോൾ അവർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ചാഞ്ഞു കിടക്കണ മരാൻ, ആർക്കും ഓടിക്കേറാം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഉസ്താദുമാർ അവരുടെ ജോലി ചെയ്യാൻ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നാട്ടിലെ നിയമം. വിദ്യാർത്ഥികളെ ശിക്ഷിക്കാനൊന്നും നമുക്ക് ഒരു അധികാരവും ഇല്ല. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിത എന്ന നമ്മുടെ പുതിയ നിയമം തന്നെ എടുത്തു പരിശോധിച്ചു നോക്കൂ, മുൻപുള്ളതിനേക്കാൾ കർശനമാണ്. എന്നു മാത്രമല്ല, RET എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ആക്ട്, വിദ്യാഭ്യാസ അവകാശ നിയമം. അതിൻ്റെ 71ാം സെക്ഷൻ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ വിദ്യാർത്ഥികളെ വഴക്കു പറയാനോ അവരെ ശിക്ഷിക്കാനോ അധികാരം അധ്യാപകർക്കില്ല എന്ന് മാത്രമല്ല, ജുവൈനൽ ജസ്റ്റിസ് ആക്ട് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ബാലനീതി നിയമം, അതിനകത്തും കൃത്യമായി പറയുന്നുണ്ട്, അധ്യാപകരാണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും ആരാണെങ്കിലും വിദ്യാർത്ഥികളെ ശിക്ഷിക്കാൻ, അവരെ വടിയെടുത്തടിക്കാൻ അതൊന്നും അനുവാദമില്ലാത്ത, അധികാരമില്ലാത്ത കാര്യമാണ്. കേസ് വന്നാൽ ജയിലിലാകും. എന്തിനാണ് ഉസ്താദുമാരെ നമ്മൾ ഇത്ര വലിയ ആത്മാർത്ഥത കാണിച്ച് ഈ പുലിവാല് പിടിക്കുന്നത്? നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, കറക്റ്റ് സമയത്ത് മദ്രസയിലെത്തുക, നമ്മൾ നമ്മുടെ സിലബസ് പറഞ്ഞിട്ടുള്ള പാഠങ്ങൾ പഠിപ്പിക്കുക. അതിനപ്പുറത്തേക്ക് ആത്മാർത്ഥത കാണിച്ചു പോയാൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൊണ്ടു ചെല്ലുന്നത് കൊണ്ട് ജീവിക്കുന്ന മക്കളുണ്ട്, അവർ പട്ടിണിയിലായി പോകും. നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബമുണ്ട്, അവർ കണ്ണീരിലായി പോകും. എന്നു മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ ജയിലിലായി പോകും. എത്ര കൊല്ലം നമ്മൾ കോടതി വരാന്ത കയറിയിറങ്ങണം? ഓരോ സിറ്റിങ്ങിനും വക്കീലിന് നമ്മൾ എത്ര ഫീസ് കൊടുക്കണം?
എന്തിൻ്റെ പേരിലാണ്? ഈ 7,000 8,000 രൂപ മാസം കിട്ടുന്നതിന് നമ്മൾ കാണിച്ച ആത്മാർത്ഥതയാണ്. അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളാണ്. എന്തിനാണ് ഉസ്താദുമാരെ ഈ പണിക്ക് നിൽക്കുന്നത്? നമ്മൾ നമ്മുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചാൽ പോരെ? അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ ഈ ആളുകൾ, ഈ പറയപ്പെടുന്ന സമൂഹം അതൊന്നും മനസ്സിലാക്കുന്നില്ല. അവർക്ക് ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ ഏതൊക്കെയോ നാട്ടിൽ നിന്ന് വന്നൊരു നാട്ടിൽ ജീവിക്കുന്ന കുറേ ആളുകൾ, അവരെ എന്തും പറയാം എന്തും ചെയ്യാമെന്ന ധാരണയുള്ള കുറേ ധിക്കാരികൾ ഈ സമൂഹത്തിലുണ്ട്. അവരിതൊക്കെ ചെയ്തു കൂട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പാട് നോക്കുക, നമ്മുടെ പണിയെടുക്കുക. അതിനപ്പുറത്തേക്കുള്ള വലിയ ആത്മാർത്ഥതയും അതിനേക്കാൾ വലിയ കടപ്പാടുമൊക്കെ ചിന്തിച്ചാൽ നമ്മൾ ദുരിതത്തിലായി പോകും. അതേപോലെ തന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. ഓരോ രക്ഷിതാക്കളും അവരവരുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ആ മക്കൾ, ഒരു വീട്ടിൽ 1 2 3 4 ഒക്കെ മക്കളുണ്ടാകാം. അവർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ, കുസൃതി കാണിക്കുമ്പോൾ നിങ്ങൾ ശിക്ഷിക്കാറില്ലേ? നിങ്ങൾ വടിയെടുക്കാറില്ലേ? ഈ 4 മക്കളെ അല്ലെങ്കിൽ 3 മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് നിയന്ത്രിക്കാൻ പാടാണെങ്കിൽ, ഇതേപോലെയുള്ള 10ഉം 25ഉം 30ഉം 40ഉം ഒക്കെ കുട്ടികളാണ് ഒരു മദ്രസയിൽ വരുന്നത്. വ്യത്യസ്ത സ്വഭാവക്കാർ. അവരവരുടെ കൂട്ടുകാരെ കാണുമ്പോൾ അവർ പല കുസൃതികളും ഒപ്പിക്കും. ഒരു ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ എന്ന നിലയിൽ അയാൾക്ക് കുറച്ച് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ മക്കൾ പഠിക്കാൻ വേണ്ടി, അതുപോലെ മറ്റു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി വടിയെടുത്തു പോകുന്നു. അവരുടെ ശരീരം പിഞ്ച് ശരീരമാണ്, ഇളം ശരീരമാണ്. അതിനകത്ത് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പാട് വീഴും. അത് ക്രൂരമായി അടിച്ചത് കൊണ്ടല്ല, അത് മക്കളുടെ ശരീരത്തിൻ്റെ പ്രകൃതി അങ്ങനെയാണ്. ആ ഒരു പാട് കാണുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ രോഷാകുലരാകാനും തല്ലാനുമൊക്കെ ഇറങ്ങി പുറപ്പെട്ട, നിങ്ങൾക്കറിയോ, ഉസ്താദുമാരാകട്ടെ, ഇനി സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരാകട്ടെ, ആരാകട്ടെ, അറിവ് പറഞ്ഞു തന്നവരാരാണെങ്കിലും അവരുടെ മനസ്സ് വേദനിപ്പിക്കരുത്. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കരുത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് അറിവ് പറഞ്ഞു തരുന്ന ഉസ്താദുമാരുടെയും മനസ്സ് വേദനിപ്പിക്കരുത് എന്നത്. ആ ഉസ്താദുമാരെ അല്ലേ ആ കുട്ടികളുടെ മുമ്പിലിട്ട് നിങ്ങൾ കുടുംബമടക്കം വന്നിട്ട് ഇങ്ങനെ ക്രൂരമായി തല്ലുന്നത്? അതും ആ പാവം മനുഷ്യൻ ഭക്ഷണം കഴിക്കാനിരിക്കാൻ അതിൻ്റെ മുമ്പിലിട്ട്, അയാളുടെ സഹപ്രവർത്തകരുടെ മുമ്പിലിട്ട് ക്രൂരമായിട്ട് തലക്ക് തന്നെ തല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ആ മകൻ വളർന്നു വരേണ്ട മകനല്ലേ? ആ മകൻ അതപുള്ളവനാകേണ്ട മകനല്ലേ? ആ മകന്റെ പേരിലല്ലേ നിങ്ങൾ ഈ ഉസ്താദിനെ തല്ലിയത്? ഈ ഉസ്താദിന്റെ മനസ്സിന്റെ വേദന, ഈ ഉസ്താദിനൊരു കുടുംബം ഉണ്ടാവുമല്ലോ. ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ അത് കാണുന്ന ആ ഉസ്താദിന്റെ ഉമ്മയുണ്ടെങ്കിൽ, ഉപ്പയുണ്ടെങ്കിൽ, ഭാര്യയുണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ അവരുടെ വേദന, ഇതൊക്കെ ഒരു ശാപമായി വീഴുന്നത് ആ മകന്റെ മേലല്ലേ? ആ മകൻ നാളെ വളർന്നു വലുതാകുന്ന കാലത്ത് നിങ്ങളെ ഇതുപോലെ തല്ലില്ല എന്ന് ആര് കണ്ടു? ആ മകൻ അല്ലെങ്കിൽ ആ മകൾ തലതെറിച്ചു പോകില്ല എന്ന് ആര് കണ്ട്? ഇതിനർത്ഥം ഏതെങ്കിലും ഒരു ഉസ്താദ് നമ്മുടെ മക്കളെ തല്ലി നമുക്കതിൽ മനോവിഷമമുണ്ടെങ്കിൽ ചോദിക്കണ്ട, പറയണ്ട എന്നൊന്നുമല്ല. ആ മദ്രസയ്ക്കൊരു മാനേജിങ് കമ്മിറ്റി ഉണ്ടാകും, അതിന് സെക്രട്ടറിയും പ്രസിഡന്റും ഉണ്ടാകും. അവരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് പരാതി പറയാം, എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ ഇങ്ങനെ തല്ലിയിട്ടുണ്ട്, അത് ആവർത്തിക്കരുതെന്ന് ആ ഉസ്താദിനോട് പറയണം. എത്ര മാന്യമായിട്ട് നമുക്കിത് കൈകാര്യം ചെയ്യാം. ഉസ്താദിനും പ്രശ്നമില്ല, ഉസ്താദിന് ആ കുട്ടിയെ അടിക്കുകയുമില്ല, ഒരു പ്രശ്നവും ഇല്ലല്ലോ. ഇതിനാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്? അതിൻ്റെ ശാപവും അതിൻ്റെ കുരുത്തക്കേടുമൊക്കെ നിങ്ങളുടെ മക്കൾ പേറേണ്ടി വരും. അതിൻ്റെ തിക്തഫലം അവർ വലുതാകുമ്പോൾ നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് രക്ഷിതാക്കളെ, ഇങ്ങനെ ആക്രമിക്കാനൊക്കെ ഏതൊരു നാട്ടിലും കയ്യൂക്കുണ്ടെങ്കിൽ ആർക്കും പറ്റുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട ഉസ്താദുമാരെ തല്ല, അവരുടെ തലക്കടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും വലിയ കാര്യമല്ല. അനുഭവിക്കാൻ നമുക്ക് പിന്നെയും കാലം കിടക്കുന്നുണ്ട്, പേറേണ്ടി വരും. അതുകൊണ്ട് ഉസ്താദുമാരെയൊക്കെ തല്ലുക, തലക്കടിക്കുക എന്നൊക്കെ പറയുന്നത് അതൊന്നും വലിയ കാര്യമല്ല. പക്ഷേ റബ്ബുണ്ടല്ലോ, അനുഭവിക്കേണ്ടി വരും. കാരണം ഇൽമിന് വേണ്ടി, മക്കൾക്ക് അറിവ് പഠിപ്പിക്കാൻ വേണ്ടി കുറഞ്ഞ ശമ്പളത്തിൽ മാസം പണിയെടുക്കുന്നവരാണവർ. നിങ്ങൾ കൊടുക്കുന്ന ശമ്പളത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയില്ലേ? എന്നിട്ടും അവർ ഈ മദ്രസയിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ വന്ന് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നത് എന്താ? അള്ളാഹുവിൻ്റെ ദീനൊരു ഹിദുമത്ത് ചെയ്യാൻ. അവരെയാ നിങ്ങൾ ഈ തല്ലിക്കൂട്ടുന്നത്. അനുഭവിക്കാതെ റബ്ബ് വിടുവോ? അതുകൊണ്ട് ഇൽമിനെയും അതിൻ്റെ അഹ്ലുകാരെയും ഒക്കെ നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച്, എന്തെങ്കിലും പരാതിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ വഴിയിലൂടെ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഉസ്താദുമാരോട് ഒന്നുകൂടി പറയാൻ, അത്ര വലിയ ആത്മാർത്ഥതയൊന്നും നമ്മൾ കാണിക്കേണ്ട. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വം മാത്രം നിർവഹിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.